വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ ധൂർത്തനായി ജീവിച്ചു. സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കുവാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷിച്ച് ഭക്ഷണം കഴിക്കുന്നു. ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിൻ്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ അവൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പുമണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ചാഹ്ലാദിക്കാം. ഇതാ, എൻ്റെ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കുവാൻ തുടങ്ങി. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, പാപബോധവും പശ്ചാത്താപവും നഷ്ടപ്പെട്ട ഒരു സമൂഹം മനുഷ്യ സമൂഹത്തിന് ആപത്താണ്. അനുതാപത്തിലൂടെ അനുരഞ്ജനം പ്രാപിക്കുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കുവാനല്ല, പാപികളെ അനുതാപത്തിലൂടെ അനുരഞ്ജനപ്പെടുത്തുവാനാണെന്ന് യേശു തമ്പുരാൻ ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിലൂടെ ധൂർത്തനായ പുത്രൻ്റെ ഉപമയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടുക, അതിലുള്ള സന്തോഷം എത്ര വലുതാണെന്ന് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, ഇവൻ മരിച്ചവനായിരുന്നു, അവൻ ജീവിക്കുന്നു. മരിച്ചവന് ജീവൻ ലഭിക്കുന്ന, ആത്മീകമായ ഒരു ജീവൻ ലഭിക്കുന്ന ഒരനുഭവമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ധൂർത്തപുത്രൻ എന്നുള്ള ആ സങ്കല്പത്തിൽ നാം നോക്കുമ്പോൾ, തൻ്റെ സ്വത്ത് അത് സത്തയിൽ നിന്ന് വരുന്നതാണ്, അത് ജീവനാംശമാണ്. അവൻ അപ്പനോടുകൂടി കുടുംബത്തോടുകൂടി ആയിരുന്നപ്പോഴുള്ള അവകാശമാണ്. അവനത് ചോദിച്ചു വാങ്ങുകയാണ്. എന്നിട്ട് അത് ധൂർത്തടിക്കുവാൻ പോവുകയാണ്. അവൻ ധൂർത്തടിച്ച് ജീവിക്കുമ്പോൾ, അവനുണ്ടാക്കിയതാണെങ്കിൽ അവൻ ധൂർത്തടിക്കില്ലായിരുന്നു. അവൻ അധ്വാനിക്കാതെ അപ്പൻ്റെ സ്വത്ത് സ്വായത്തമാക്കിയപ്പോൾ എങ്ങനെ ജീവിക്കണം, എന്തു ചെയ്യണമെന്നറിയാതെ ധൂർത്തടിച്ച് ജീവിക്കുകയാണ്. എന്നാൽ ധൂർത്തനായ പുത്രൻ്റെ ഉപമ എന്നതിനേക്കാൾ പിതാവിൻ്റെ ധൂർത്തിൻ്റെ ഒരു ഉപമയായി നാം അതിനെ കാണണം. പിതാവിൻ്റെ ധൂർത്ത് എന്ന് പറയുന്നത് സ്നേഹം, കരുണ, ക്ഷമ, സന്തോഷം ഇവയുടെ ധൂർത്താണ്. മകനെ സംബന്ധിച്ചിടത്തോളം അവൻ പണം ധൂർത്തടിച്ചപ്പോൾ തനിക്ക് കിട്ടിയത് ധൂർത്തടിച്ച് ജീവിച്ചപ്പോൾ
ഇവിടെ പിതാവ് തനിക്കുള്ള സ്നേഹം, കരുണ, ക്ഷമ, സന്തോഷം ഇവ ഔദാര്യമായി പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതായി നാം കാണുമ്പോൾ അവിടെയാണ് ആ പിതാവിൻ്റെ മക്കളോടുള്ള ധൂർത്ത്, സ്നേഹത്തിൻ്റെ, കരുണയുടെ, ഔദാര്യത്തിൻ്റെ, ക്ഷമയുടെ, സന്തോഷത്തിൻ്റെ ആ ധൂർത്ത് നാം അനുദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാം എത്രത്തോളം അകന്നു പോയാലും നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു ദൈവത്തെ, അകന്നുപോയ കായനോട് നീ എവിടെയാണ് എന്ന് ചോദിക്കുന്ന ദൈവത്തെ, ആദം നീ എവിടെയാണെന്ന് ആദത്തോട് ചോദിക്കുന്ന ദൈവത്തെ, അപ്പോൾ അകൽച്ചയിലേക്ക് നാം പോകുമ്പോൾ അടുത്തു വരുന്ന ഒരു ദൈവത്തെയാണ് നാം അവിടെ കാണുന്നത്. ധൂർത്തനായ മകൻ ദൂരത്തേക്ക് പോയി എന്ന് കാണുന്നു. സ്നേഹത്തിൽ നിന്നുള്ള അകൽച്ച, ദൈവത്തിൽ നിന്നുള്ള അകൽച്ച, കാണപ്പെടുന്ന ദൈവങ്ങളായ മാതാപിതാക്കളിൽ നിന്നുള്ള അകൽച്ച, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പിറന്ന് എന്നെപ്പോലെ ജീവിക്കുവാൻ അവകാശമുള്ള എൻ്റെ സഹോദരീ സഹോദരന്മാരിൽ നിന്നുള്ള അകൽച്ച, ഇണയായി തുണയായി ദൈവം നൽകിയ ഭാര്യയിൽ നിന്ന് ഭർത്താവിൽ നിന്നുള്ള അകൽച്ച, ദാമ്പത്യവല്ലരിയിൽ നിന്ന് മുളയെടുത്ത സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ അടയാളമായ രക്തത്തിൻ്റെ രക്തമായ മജ്ജയുടെ മജ്ജയായ അനന്ത സാധ്യതകളുള്ള അനുഗ്രഹീത സന്താനങ്ങളിൽ നിന്നുള്ള അകൽച്ച, മനസാക്ഷിയിൽ നിന്നുള്ള അകൽച്ച, മനുഷ്യരിൽ നിന്നുള്ള അകൽച്ച, ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള അകൽച്ചയാണ് നമ്മെ പാപത്തിലേക്ക് നയിക്കുന്നത്. അങ്ങനെയുള്ള അകൽച്ചയിലൂടെ, തളർച്ചയിലൂടെ മനുഷ്യൻ ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവന് പണം നഷ്ടപ്പെട്ടു, സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു, കഴിവുള്ളപ്പോൾ, കയ്യിൽ കാശുള്ളപ്പോൾ കഴുകനും കാക്കകളും പറന്നു വരും. കടലിൽ മീൻ പെരുകുമ്പോൾ, കരയിൽ വന്നടിയുമ്പോൾ കഴുകനും കാക്കകളും പറന്നു വരും. കടൽ തീരം ഒഴിയുമ്പോൾ, വലയെല്ലാം ഉണങ്ങുമ്പോൾ അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും. ഈ യാഥാർത്ഥ്യമാണ് ഇവിടെ കാണുന്നത്. അപ്പൻ്റെ പണം ദൂർത്തടിച്ചുകൊണ്ട് ജീവിച്ച സാഹചര്യത്തിൽ അവന് ഒന്നിനും ഒരു കുറവില്ല. കാരണം അവൻ്റെ പണമല്ല, അവൻ അധ്വാനിച്ച പണമല്ല. അപ്പൻ്റെതായി ലഭിച്ചതായ പണം അവൻ ദൂരദേശത്തേക്ക് പോയപ്പോൾ ആരും കാണില്ല എന്നുള്ള ഒരു മനോഭാവത്തിൽ പൂച്ച പാല് കുടിക്കുന്നത് പോലെ അവൻ തൻ്റെ സ്വാർത്ഥതയ്ക്ക് ഇടം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളവിടെ കാണുന്നത്. അവയൊക്കെ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് അവന് സുബോധമുണ്ടാകുന്നത്. എന്താണ് അവൻ്റെ സുബോധം? അവന് ബോധമുണ്ടാകുന്നത്, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്രയോ ആളുകൾ സുഭിക്ഷമായി ജീവിക്കുന്നു. എനിക്കിവിടെ പന്നികളെ മേയ്ക്കാനുള്ള ജോലി തന്നു, എന്നാൽ പന്നികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം തവിടുപോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ വിശന്നു വലഞ്ഞപ്പോഴാണ് അവന് സുബോധമുണ്ടാകുന്നത്. മറ്റുള്ളവരെ കണ്ടുകൊണ്ട് നമുക്ക് വിധിക്കുവാനാവില്ല. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സുബോധമുണ്ടാകണം. നാം ആരാണ്, നമ്മുടെ വ്യക്തിത്വം എന്താണ്, നമ്മുടെ അസ്തിത്വം എന്താണ് എന്നുള്ള ആ ബോധം നമുക്കുണ്ടാകണം. അങ്ങനെ സുബോധമുണ്ടായപ്പോൾ അവൻ ഉറച്ച ഒരു തീരുമാനമെടുക്കുകയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകും. അപ്പൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ സ്വീകരിക്കണമെന്ന് പറയാനാവില്ല. കാരണം അവകാശമെല്ലാം വാങ്ങിക്കൊണ്ട് അകന്നു പോയവനാണ്, ധൂർത്തടിച്ച് ജീവിച്ചവനാണ്. ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ വരുമ്പോൾ അപ്പനോട് പറയും, അപ്പാ നിനക്കെതിരായി, സ്വർഗത്തിനെതിരായി ഞാൻ പാപം ചെയ്തു പോയി. പാപം സ്നേഹത്തിൽ നിന്നുള്ള അകൽച്ചയാണ്, ഞാൻ അകന്നുപോയി. നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാനുള്ള യോഗ്യത എനിക്കില്ല. ഒരു വേലക്കാരനെ പോലെ എങ്കിലും എന്നെ സ്വീകരിക്കണമേ എന്ന് പറയുമെന്നുള്ള ഉറച്ച തീരുമാനത്തോടുകൂടി അപ്പൻ്റെ അടുത്തേക്ക് കടന്നു വരുന്ന ആ മകനെ നാം കാണുകയാണ്. അവൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ മുതൽ അപ്പൻ അസ്വസ്ഥനാണ്.
തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടതായ ഒരനുഭവം പോലെ തോന്നുകയാണ്. അന്നു മുതൽ ദൂരത്തേക്ക് കണ്ണു നോട്ടിരിക്കുന്ന അപ്പൻ കാണുന്ന കാഴ്ച, ദൂരെ നിന്നും തൻ്റെ മകൻ വരുമ്പോൾ ദൂരക്കാഴ്ചയോടുകൂടി അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. അവനൊന്നും പറയുന്നതിന് മുമ്പ് തന്നെ അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കഴുത്തിൽ പിടിച്ച് ചുംബിക്കുകയാണ്. എന്നിട്ട് അവന് നല്ല വസ്ത്രം കൊടുക്കുവാൻ, മോതിരമണിയിക്കുവാൻ, ചെരുപ്പണിയിക്കുവാൻ, നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊടുക്കുവാൻ താല്പര്യം കാണിക്കുന്ന ഒരപ്പനെയാണ് നാം അവിടെ കാണുന്നത്. കാരണം ഇവൻ നഷ്ടപ്പെട്ടവനായിരുന്നു, നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ മരിച്ചവനായിരുന്നു, നമുക്ക് ജീവനോടെ ലഭിച്ചിരിക്കുന്നു എന്നുള്ള ആ സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നു ആ അപ്പൻ. ഇതാണ് യഥാർത്ഥ കുമ്പസാരമെന്ന കൂദാശ. വിശുദ്ധീകരണമെന്ന പാവനമായ പൗരോഹിത്യകർമ്മം നടക്കുന്ന കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. പരമപരിശുദ്ധയായിരിക്കുന്ന ത്രിയേക ദൈവവുമായുള്ള വ്യക്തിയുടെ പാപം മൂലം നഷ്ടമായ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ഈ വിശുദ്ധീകരണ പ്രക്രിയ ആവശ്യമാണ്. അകൽച്ചയിൽ നിന്നും തളർച്ചയിൽ നിന്നും പ്രത്യാശയിലേക്ക് അവനെ കൊണ്ടുവരികയാണ് അവിടെ. ഇപ്രകാരം ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ദൈവജനത്തെ സഹായിക്കുന്ന ഒരു പാലം പോലെയാണ് കുമ്പസാരമെന്ന കൂദാശ. കുമ്പസാരിപ്പിക്കുവാൻ ഇരിക്കുന്ന വൈദികൻ ദൈവമനുഷ്യ ബന്ധങ്ങളിലെ ഒരു പാലമായി അടിയുറച്ച ദൈവവിശ്വാസവും കരുണാർദ്രമായ സഹോദര സ്നേഹവും പ്രാർത്ഥനാ ജീവിതവും ഉള്ളവനായിരിക്കണം. ഇതാണ് നാം ദൈവത്തിൽ നിന്ന് പഠിക്കുന്ന പാഠം, ധൂർത്തനായ പുത്രൻ്റെ പിതാവിൽ നിന്ന് പഠിക്കുന്ന പാഠം. അടിയുറച്ച ദൈവവിശ്വാസം, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവയെക്കുറിച്ചുള്ള ബോധ്യവുമാണ് വിശ്വാസം. അവിടെ ദൈവത്തെ അംഗീകരിക്കുവാൻ, ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ, മനുഷ്യരെ അംഗീകരിക്കുവാൻ, മനുഷ്യരെ സമർപ്പിക്കുവാൻ, മനസാക്ഷിയെ അംഗീകരിക്കുവാൻ, മനസാക്ഷിയെ സമർപ്പിക്കുവാൻ, ഈ പ്രപഞ്ചത്തെ അംഗീകരിക്കുവാൻ, ഈ പ്രപഞ്ചത്തെ സമർപ്പിക്കുവാൻ അവന് കഴിയണം. കരുണാർദ്രമായ സഹോദര സ്നേഹം, കരുണയും ആർദ്രതയും നിറഞ്ഞ സഹോദര സ്നേഹം. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പിറന്നവനാണ് എൻ്റെ സഹോദരൻ. അവൻ്റെ കുറവുകൾ എൻ്റെ കുറവുകളാണ്. ദൈവം എന്നോട് കരുണയായിരിക്കുന്നത് പോലെ ഞാൻ അവനോടും കരുണയായിരിക്കണം എന്നുള്ള മനോഭാവം. അതിനെല്ലാം സഹായിക്കുന്നത് മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കുമ്പോഴാണ്. അപ്പോൾ കുമ്പസാരിപ്പിക്കുന്ന ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ധൂർത്തനായ പിതാവിൻ്റെ ഉപമ പോലെ കാരുണ്യവാനായ, വിശ്വാസമുള്ളവനായ, പ്രാർത്ഥനാ ജീവിതമുള്ളവനായ ഒരു മനുഷ്യനെപ്പോലെ നാം ആയിത്തീരുന്നില്ല എങ്കിൽ നമ്മുടെ കുമ്പസാരക്കൂട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പോലെ കോടതിയായി മാറും. വിചാരണ ചെയ്യുവാൻ, എന്നാൽ അതിനപ്പുറമായിട്ട് നിൻ്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, മേലിൽ പാപം ചെയ്യരുത്, സമാധാനത്താലേ പോവുക എന്ന് പറയുന്ന ഒരു സമാധാനത്തിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ കേന്ദ്രമായി നമ്മുടെ കുമ്പസാരക്കൂട് മാറണം എന്നുള്ളതാണ്. അചഞ്ചലമായ ദൈവവിശ്വാസവും ഹൃദയവിശുദ്ധിയും മറ്റുള്ളവരെ അനുഭാവപൂർവം ശ്രവിക്കുവാനുള്ള കഴിവും ഒരു വൈദികന് ഒരു നല്ല കുമ്പസാരകനാക്കി മാറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അചഞ്ചലമായ ദൈവവിശ്വാസം. ആഴ്സയിലെ ജോൺ മേരി വിയാനിയുടെ ജീവിതം അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 18 മണിക്കൂറോളം കുമ്പസാരക്കൂട്ടിൽ ചിലവഴിച്ച ആ മഹാമനുഷ്യൻ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവനായിരുന്നു. തനിക്ക് പൗരോഹിത്യം നൽകിയത് ഈ ജനത്തിൻ്റെ പാപം മോചിക്കുവാനുള്ള അധികാരമാണ് നൽകിയിരിക്കുന്നത്.
അത് അനുഭാവപൂർവം വിശുദ്ധിയോടുകൂടി മറ്റുള്ളവരെ ശ്രവിക്കുവാനുള്ള ഒരവസരമാണ്. അവരെ വിധിക്കുവാനല്ല തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. പാപത്താൽ തകർന്നുപോയ ദൈവ മനുഷ്യ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുവാൻ ക്രിസ്തുവിനാൽ സ്ഥാപിതവും സഭയെ ഏൽപ്പിച്ചിട്ടുള്ളതുമായ മഹനീയ കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. അപ്പോൾ ദൈവത്താൽ സ്ഥാപിതമായ അത് സഭയിലെ ശ്ലൈഹിക പിന്തുടർച്ചയുള്ള ആളുകൾ വഴി ജനത്തിന് സംലഭ്യമാക്കി കൊടുക്കുവാൻ ദൈവത്താൽ സ്ഥാപിതമായ ഒരു കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. കൂദാശകൾ മിശിഹായുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ശക്തിയാണ് എന്ന് കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 116 ഖണ്ഡികയിൽ പറയുന്നുണ്ട്. കൂദാശകൾ മിശിഹായുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ശക്തിയാണ്. അതായത് കുമ്പസാരം എന്ന കൂദാശ അദൃശ്യമായ ദൈവിക സ്വഭാവത്തിൻ്റെയും ദൈവിക കരുണയുടെയും ദൃശ്യമായ പ്രകടനമാണ്. കുമ്പസാരം എന്ന കൂദാശയ്ക്ക് വിവിധ പേരുകൾ നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അനുതാപത്തിൻ്റെ കൂദാശ, അനുതപിക്കുന്ന ഒരു ഹൃദയത്തെയും ദൈവം തള്ളിക്കളയുകയില്ല. അപ്പോൾ അനുതാപത്തിൻ്റെ ഒരു കൂദാശയാണത്. രണ്ടാമത് പാപപരിഹാരം നൽകുന്ന കൂദാശയാണ്. പാപത്തിന് പരിഹാരം ലഭിക്കുന്ന ഒരനുഭവം, നാം ചെയ്തുപോയ പാപത്തിന് അനുതാപത്തിലൂടെ പാപപരിഹാരം നേടുവാനുള്ള ഒരവസരമായി അതിനെ കാണുക. മൂന്നാമതായിട്ട് ഏറ്റുപറച്ചിലിൻ്റെതായ ഒരു കൂദാശയെന്ന് അതിനെ വിളിക്കുന്നു. മനുഷ്യൻ ദൈവത്തോട് നേരിട്ട് പറയാം, എന്നാൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്ക് ദൈവം മാനുഷികമായ ഒരു പരിഗണനയിൽ അവന് തൻ്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവത്തിനെതിരെ, മനുഷ്യർക്കെതിരെ, മനസാക്ഷിക്കെതിരെ, ഈ പ്രപഞ്ചത്തിനെതിരെ വന്നുപോയ കുറവുകൾ ഏറ്റുപറയുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന അവൻ്റെ ഡീപ്പ് സപ്രഷൻ ഓഫ് ദ ഫീലിങ്സൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് പ്രത്യാശയോടുകൂടി ജീവിക്കുവാനുള്ള ഒരു കൂദാശയായി അതിനെ കാണുന്നുണ്ട്. അത് ക്ഷമയുടെ കൂദാശയാണ്. പാപിനിയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ കൊണ്ടുവന്നപ്പോൾ അവരോട്, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. എല്ലാവരും കല്ലുകൾ ഇട്ടിട്ട് പോയി. ആ മകളോട് പറയുകയാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്, സമാധാനത്താലേ പോവുക. എത്ര വലിയ ഒരനുഭവമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ഇത് അനുരഞ്ജനത്തിൻ്റെ കൂദാശയായി നാം അതിനെ കാണണം. ദൈവത്തോടും മനുഷ്യരോടും മനസാക്ഷിയോടും ഈ പ്രപഞ്ചത്തോടും ഉള്ള ഒരു അനുരഞ്ജനം, നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്ന ഒരനുഭവമായി മാറണം. തകർന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്നു എന്നതാണ് കുമ്പസാരം എന്ന കൂദാശയുടെ സത്യയും പവിത്രതയും. മനുഷ്യൻ്റെ പാപാവസ്ഥയെ ഉണർത്തി അവനെ അനുതാപത്തിലേക്ക് കൊണ്ടുവരുവാൻ നേരിട്ട് ഇടപെടുന്ന ദൈവത്തെ പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട്. ആദം, നീ എവിടെയാണ്? ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് അകന്നുപോയ ആദത്തെ, അരുതായ്മയോട് ആഭിമുഖ്യം പുലർത്തിയതിൻ്റെ ഫലമായി പർദീസയിൽ നിന്ന് ഓടിപ്പോയ ആദത്തെ ദൈവം അന്വേഷിച്ചു വന്ന് അവനോട് ചോദിക്കുകയാണ്, ആദം, നീ എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ ആദത്തിൻ്റെ മകൻ കായേൻ സ്വന്തം സഹോദരനായ ഹാബേലിനെ കൊന്നപ്പോൾ ആ കൊലയാളിയുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന്, കായേൻ, വേർ ഈസ് യുവർ ബ്രദർ, നിൻ്റെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കുന്ന ഒരു ദൈവത്തെ കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ അനുരഞ്ജന കൂദാശയുടെ ദൈവശാസ്ത്ര അടിസ്ഥാനമായി പരിഗണിക്കുന്നത് പാപമോചനവും രക്ഷയും ക്രിസ്തുവിലൂടെ നേടാം എന്നതാണ്. നോട്ട് ബിക്കോസ് ഓഫ് അവർ മെറിറ്റ്,
ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേസ്. നമ്മുടെ കഴിവോ മിടുക്കോ അല്ല, അവൻ്റെ കാരുണ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. പാപമോചന അധികാരം ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയതായി പുതിയ നിയമത്തിൽ നാം വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യത്തിൽ, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും എന്ന് പറയുന്നത് വഴി. കെട്ടുക, അഴിക്കുക എന്ന് പറയുന്നത് യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നതാണ്. നിയമം പഠിക്കാനും അത് സാഹചര്യാനുസരണം വ്യാഖ്യാനിക്കാനും സിനഗോഗുകളിലെ വിശ്വാസികളെ സ്വീകരിക്കുവാനും ഒഴിവാക്കുവാനുമുള്ള റബ്ബിമാരുടെ അധികാരത്തെയാണ് പഴയ നിയമത്തിൽ കാണിക്കുന്നത്. ശിഷ്യർക്ക് പാപമോചനാധികാരം നൽകുന്നതിലൂടെ സഭയ്ക്ക് അത് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോസ്തലിക കാലഘട്ടത്തിൽ ഏറ്റുപറച്ചിലും പ്രാർത്ഥനയും അനുരഞ്ജന കൂദാശയും പ്രധാന ഘടകങ്ങളായിരുന്നു. നിങ്ങൾ സൗഖ്യം പ്രാപിക്കുവാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാൻ്റെ പ്രാർത്ഥന ശക്തിയുള്ളതും ഫലദായകവുമാണ് എന്ന് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആദിമസഭയുടെ ചരിത്ര പശ്ചാത്തലത്തിൽ AD 95 എഴുതപ്പെട്ട വിശുദ്ധ ക്ലെമൻ്റ് മാർപ്പാപ്പായുടെ ലേഖനത്തിൽ അനുരഞ്ജന കൂദാശയുടെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട്. ഹൃദയം കഠിനമാക്കാതിരിക്കുവാൻ വേണ്ടി ഒരുവൻ തൻ്റെ പാപങ്ങൾ ഏറ്റുപറയുന്നത് ഉചിതമാണെന്ന് ക്ലെമൻ്റ് മാർപ്പാപ്പായുടെ പുസ്തകത്തിൽ എപ്പിസ്റ്റൽ ഓഫ് പോപ്പ് ക്ലെമൻ്റ് 51-ാം അധ്യായത്തിൻ്റെ 3-ാം പാരഗ്രാഫിൽ നമുക്ക് കാണാൻ കഴിയും. ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ വളരെ പുരാതനമായ കൃതിയാണ് ഡിഡാക്കെ. അതിൽ പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ പരിശുദ്ധമായ ബലിയർപ്പണങ്ങൾക്ക് ആവശ്യമായ ഘടകമാണെന്ന് സമർപ്പിക്കുന്നുണ്ട്. ആദിമസഭയുടെ ചരിത്ര പാരമ്പര്യത്തിൽ മാമോദീസായിലൂടെ പാപമോചനം നടത്തപ്പെട്ടിരുന്നുവെന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അനുദപിച്ച് ഈശോമിശിഹായുടെ നാമത്തിൽ പാപമോചനത്തിനായി മാമോദീസ സ്വീകരിക്കുവിൻ. നടപടി പുസ്തകം 2-ാം അധ്യായം 38-ാം വാക്യം. ഹെർമാസിൻ്റെ ഇടയൻ എന്ന പ്രാചീന കൃതിയിൽ മാമോദീസായിലൂടെ ലഭിക്കുന്ന പാപമോചനം കൂടാതെ മറ്റൊരു പാപമോചന സാധ്യതയെക്കുറിച്ച് പറയുന്നത് അനുരഞ്ജന കൂദാശയെക്കുറിച്ചാണെന്ന് ദ ഷെപ്പേഡ് എന്ന പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 31-ാം പാരഗ്രാഫിൽ നമുക്ക് കാണാൻ കഴിയും. സഭാപിതാവായ തെർത്തുല്യൻ ഡെ പെനിറ്റൻഷ്യ എന്ന ഗ്രന്ഥത്തിൽ അനുരഞ്ജന കൂദാശ വഴി എല്ലാ തരത്തിലുള്ള പാപങ്ങൾ മോചിക്കപ്പെടുന്നുവെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, തിരുസഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന പാപമോചന അധികാരം പ്രതിനിധിയായ വൈദികൻ വഴിയാണ് പരികർമ്മം ചെയ്യുന്നത്. ദൈവത്തോട് നേരിട്ട് പാപമേറ്റു പറയുവാൻ നമുക്ക് കഴിയും. എന്നാലും നമ്മുടെ ബൈബിളിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ച പത്രോസിനോട് ക്രിസ്തു പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിനക്ക് ഞാൻ തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കുമെന്ന്. സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരം അപ്പോസ്തലിക പിൻഗാമികൾ പിന്തുടരുകയാണ്. അവയിൽ മെത്രാൻ്റെയോ വൈദികൻ്റെയോ സാന്നിധ്യത്തിൽ സമൂഹത്തോട് ഏറ്റുപറയുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളത് സത്യമാണ്. പ്രായോഗികമായ കാലഘട്ടത്തിന് ആവശ്യമനുസരിച്ച് ഇന്ന് പാപം ഒരു യാഥാർത്ഥ്യമാണ്. അനുരഞ്ജന കൂദാശ അത് പ്രവർത്തനോന്മുഖമാക്കി മാറ്റുമ്പോൾ പാപത്തിൻ്റെ മതാത്മകതയുടെ ധാർമ്മികതയിൽ അത് വരുന്ന ഒരു മാറ്റമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ബന്ധങ്ങളുടെ തകർച്ച, ആ ബന്ധങ്ങൾ വീണ്ടെടുക്കുവാൻ നമ്മോട് ദൈവം ആവശ്യപ്പെടുകയാണ്. എല്ലാ പാപങ്ങളും ദൈവത്തിനെതിരായി, പ്രകൃതിക്കെതിരായി, സഹോദരനെതിരായി, അവൻ്റെ തന്നെ മനസാക്ഷിക്കെതിരായി ചെയ്യുന്ന പാപങ്ങളാണ്. അതുകൊണ്ട് ഒരുവൻ അലസത, സമൂഹ നന്മയ്ക്കായിട്ടുള്ള അവൻ്റെ സംഭാവനകളൊക്കെ കുറച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ അവൻ ഒരു സാമൂഹ്യ ജീവിയാണെന്നും ശരീരത്തിൻ്റെ അവയവമാണെന്നും മാരകമായ പാപത്തിൽ നിന്നും, ലഘുവായ പാപത്തിൽ നിന്നും, സാമൂഹികമായ പാപത്തിൽ നിന്നും അവൻ മോചനം നേടണമെന്നും ഗൗരവമായ ആ പാപം അവനെ നാശത്തിലേക്ക് നയിക്കുമെന്നും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് മാരകമായ പാപത്തിൽ നിന്നും അവൻ അവബോധം പ്രാപിച്ചവനായി പുണ്യജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം അവനെ ക്ഷണിക്കുകയാണ്. കർത്താവ് തൻ്റെ പരസ്യ ജീവിതത്തിൽ ധാരാളം സമയം ചെലവഴിച്ചുകൊണ്ട് പാപികളോട് കാരുണ്യം കാണിച്ചുവെങ്കിൽ ഇന്ന് കരുണാർദ്രമായ യേശുവിൻ്റെ മുഖം നമ്മിലൂടെ അനുരഞ്ജന കൂദാശയിൽ വൈദികരിലൂടെ കുമ്പസാരക്കൂട്ടിലൂടെ പ്രാവർത്തികമാക്കുമ്പോൾ ജനങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷവും
സമാധാനവും ഏറ്റവും വലുതാണ്. അങ്ങനെ ദൈവത്തോടും മനുഷ്യരോടും മനസ്സാക്ഷിയോടും ഈ പ്രപഞ്ചത്തോടും ഐക്യപ്പെട്ട് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ കുമ്പസാരം എന്ന കൂദാശയെ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ എടുത്തുകൊണ്ട് നമുക്ക് പരികർമ്മം ചെയ്യാം. അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ജനത്തിന് ഇടയാകട്ടെ. പാപബോധവും പശ്ചാത്താപവും നഷ്ടപ്പെട്ട സമൂഹം മനുഷ്യ സമൂഹത്തിന് ആപത്താണ്.